أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 119. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ ഏതെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വന്നു കിട്ടുകയോ ചെയ്യാത്തതെന്താണെന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു. ഇതേ പ്രകാരം ഇവർക്ക് മുൻപുള്ളവരും ഇവർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാദൃശ്യങ്ങളായിരിക്കുകയാണ്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും വ്യക്തമായി വിവരിച്ചു കൊടുത്തിരിക്കുന്നു. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്ന രണ്ട് ആവശ്യങ്ങളിൽ ഒരാവശ്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർഭാഗത്തിൽ സയ്യിദുനാ മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ആ രണ്ടാമത്തെ ആവശ്യം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അവരുടെ രണ്ടാമത്തെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ആയത്ത് അടയാളം കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. അതിനുള്ള മറുപടിയായിക്കൊണ്ട് പറയുന്നു, ഇത്തരം ആയത്തുകൾ ഞങ്ങൾ ഇതിനകം കാണിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രയോജനം നേടാൻ താൽപ്പര്യമുള്ള ഏതൊരു മനുഷ്യനും അതിൽ നിന്ന് പ്രയോജനം നേടാം. പക്ഷേ ശാഠ്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവർക്ക് അത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഹുസൂർ പറയുന്നു, ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്ന വാക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ നബിമാരുടെയും സത്യവിശ്വാസികളുടെയും ഭാഗത്ത് നിന്ന് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം സാധാരണമാണ്. അതായത് ഏതെങ്കിലും സത്യത്തിന് തെളിവാകാവുന്ന ഒരു അടയാളം എന്ന് മാത്രമാണ്. അത് ശിക്ഷയായേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഫലമായേക്കാം, അല്ലെങ്കിൽ ഈ രണ്ടിലും പെടാത്ത കേവലം ഒരു അടയാളം മാത്രവുമാകാം. എന്നാൽ കാഫിറുകളുടെ ഭാഗത്ത് നിന്ന് ഈ വാക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ശിക്ഷ എന്ന് മാത്രമാണ്. അതുകൊണ്ട് യഅ്തീന ബി ആയാത്തിൻ എന്നതുകൊണ്ടുള്ള അർത്ഥം ഞങ്ങളുടെ മേൽ ഇപ്പം തന്നെ ഒരു ശിക്ഷ വരുത്തി ഞങ്ങളെ നശിപ്പിക്കുക എന്നാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ജോലി ഇത് തന്നെയാണ്, ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. കാരണം നിങ്ങൾ ആരുടെ പിൻഗാമികളാണോ അവരും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരു നബി മറ്റൊരു നബിയോട് മസീലാണ്, സാമ്യമുള്ളവനാണ്. അതുപോലെ തന്നെ ആ നബിയുടെ കാലത്തെ കാഫിറുകൾ മുൻകാല നബിമാരുടെ കാലത്തെ കാഫിറുകളോട് മസീലാണ്, സാമ്യമുള്ളവരാണ്. നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടയാളവും കാണിച്ചിട്ടില്ല എന്നാണ്. അവർ അങ്ങനെ പറയാനുള്ള കാരണം അവർ ഹദ്റത്ത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുക്കളോട് സാമ്യമുള്ളവരായിരുന്നു. അവരും ഹദ്റത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുക്കളോട് സാമ്യമുള്ളവരുമായിരുന്നു. എല്ലാ നബിമാരുടെ ശത്രുക്കളും അവർക്ക് മുൻപുള്ള നബിമാരുടെ ശത്രുക്കളോട് സാമ്യമുള്ളവരായിരിക്കും. അതിനാലാണ് അള്ളാഹു പറഞ്ഞത് തശാബഹത്തു കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു അടയാളവും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിനെ സ്വീകരിക്കുന്നവർക്കാകട്ടെ അസംഖ്യം അടയാളങ്ങളുണ്ട്, നിഷേധിക്കുന്നവർക്ക് ഒരടയാളവുമില്ല. തശാബഹത്ത് കുലൂബുഹും എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് നബിമാരുടെ സമൂഹവും അവരുടെ എതിരാളികളും ഒരേ രീതിയിലാണ് പിന്തുടരുന്നത്. നബിമാർ മറ്റു നബിമാരോട് സാമ്യം കാണിക്കുന്നു, അവരുടെ അനുയായികൾ മുൻകാല അനുയായികളോട് സാമ്യം കാണിക്കുന്നു. അതേപോലെ നബിമാരുടെ നിഷേധികൾ മുൻകാല നിഷേധികളോടും സാമ്യം കാണിക്കുന്നു. നബിമാരും അവരുടെ ജമാഅത്തുകളും ഒരേ പാതയിലൂടെ നടക്കുന്നത് പോലെ അവരുടെ എതിരാളികളും തങ്ങളുടെ പൂർവികരുടെ പാതയിൽ തന്നെ നടക്കുന്നു. പ്രത്യേകിച്ചും ഒരേ തരത്തിലുള്ള ദൗത്യം നൽകപ്പെട്ട നബിമാരാണെങ്കിൽ
അവരുടെ അവസ്ഥകൾ തമ്മിൽ വളരെയധികം സാമ്യം കാണാറുണ്ട്. ഖദ് ബയ്യനൽ ആയാതി ലിഖൗമിൻ യൂഖിനൂൻ എന്നതിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ സത്യം തിരിച്ചറിയാനായി ശിക്ഷയാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ റസൂലിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ പര്യാപ്തമായ അനേകം ആയത്തുകൾ, അനേകം അടയാളങ്ങൾ ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം സത്യം സ്വീകരിക്കലാണെങ്കിൽ അതിൻ്റെ നിബന്ധന നിങ്ങൾ സ്വീകരിക്കുവാനുള്ള ഉദ്ദേശത്തോടെ നിങ്ങളുടെ പിടിവാശി ഒഴിവാക്കുക എന്നതാണ്. അതിനാൽ നിങ്ങളുടെ ആവശ്യം ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമാണെങ്കിൽ ഈ തെളിവുകളിൽ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ ശിക്ഷ മാത്രം ആവശ്യപ്പെടുന്നത്? നബിമാരുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം ജനങ്ങളെ നശിപ്പിക്കലായിരുന്നുവെങ്കിൽ ഒരു നബി വരികയും ഉടൻ തന്നെ എല്ലാ നിഷേധികളെയും അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആരാണ് പിന്നെ ആ നബിയെ വിശ്വസിക്കുവാൻ ബാക്കിയുണ്ടാവുക? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം ഇതാണ്: നബിമാരുടെ ആഗമനത്തിന് ശേഷം ആദ്യം റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആയത്തുകൾ, അടയാളങ്ങൾ അവർക്ക് അവതരിപ്പിക്കും. ആർക്ക് വേണമെങ്കിലും അത് സ്വീകരിക്കാം. പിന്നീട് പിടിവാശിയിൽ സ്വീകരിക്കാത്തവരുടെ മേൽ അള്ളാഹു ശിക്ഷ ഇറക്കുന്നു. ലിഖൗമി യൂഖിനൂൻ എന്നതുകൊണ്ട് അള്ളാഹു വളരെ സൂക്ഷ്മമായ ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ നൽകുന്നത്. അതായത് അടയാളങ്ങൾ ധാരാളമായി കാണിച്ചിട്ടും ഓരോ കാര്യത്തിലും സംശയം പ്രകടിപ്പിക്കുന്നവന് ഒരിക്കലും ഹിദായത്ത് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ഹിദായത്ത് വേണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സംശയപ്രകൃതി ഉപേക്ഷിക്കുകയും വിശ്വസിക്കുവാനുള്ള പ്രകൃതം ഉണ്ടാക്കുകയും വേണം. അതുപോലെ ഇവിടെ ആയത്തുകൾ എന്നതുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു നബിയുടെ സത്യസന്ധത തെളിയിക്കാൻ ആവശ്യമായി വരുന്ന എല്ലാ തെളിവുകളും ഇവിടെ ആയത്തുകളാണ്. അതുപോലെ ഈ ആയത്ത് ക്രിസ്ത്യാനികളുടെ ഒരാക്ഷേപത്തെയും പൂർണ്ണമായും നിഷ്പ്രഭമാക്കിയിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടയാളവും കാണിച്ചിട്ടില്ല എന്നവർ പറയാറുണ്ട്. അതിനുള്ള ഉത്തരം അള്ളാഹു തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അതായത് യക്കീനുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാത്തരം അടയാളങ്ങളും വിശദമായി വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.